2 ദിവസം കൊണ്ട് ബാറ്റിൽ റോയൽ പോലുള്ള ഒരു ഗെയിം, ഇത്രയും വലിയൊരു ഗെയിം നിർമ്മിക്കാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധ പൊട്ടന്മാരാണ്. ഇൻ കേസ് ഒരു പെർസെൻറ്റേജെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഹാൻഡ് ഈ ഒരു പബ്ജി ബാൻ ചെയ്യുന്നതിൽ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും തന്നെ പബ്ജിയെ അൺബാൻ ചെയ്യാൻ പോകുന്നില്ല. പബ്ജി സെപ്റ്റംബർ 2-ാം തീയതി ബാൻ ചെയ്യപ്പെടുന്നു. 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യയിൽ തന്നെ ആക്ട്രസ് അക്ഷയ് കുമാർ 2 ദിവസത്തിനകം 4G എന്ന് പറയുന്ന ഗെയിം രാജ്യത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നു. അക്ഷയ് കുമാറും ഇന്ത്യൻ ഗവൺമെൻറ് അവർ റെസ്പെക്റ്റഡ് പ്രൈം മിനിസ്റ്ററും കൂടി ചേർന്ന് കളിച്ച ഒരു കബളിപ്പിക്കലാണോ പബ്ജി ബാനിങ് എന്ന് കുറച്ച് അനലൈസിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ അനലൈസുകൾ അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ്, എൻ്റെ സംശയങ്ങൾ എല്ലാം ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി, ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്കുണ്ടായ അതേ സംശയങ്ങളും അതേ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലും ഉടലെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹേയ്, ഹായ്, ഹലോ, റിസാൽദാർ ഹിയർ. ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരിക, എന്തുകൊണ്ടൊരു ഗെയിം ബാൻ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടം? നമുക്കറിയാം പബ്ജി എന്ന് പറയുന്ന ഗെയിം, കൊറിയൻ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നു. സോ അവരുടെ 3-4 മാസത്തെ ഇൻകം സോഴ്സ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കോടിക്കണക്കിന് രൂപയായിരിക്കും അവരുടെ ഇൻകം എന്ന് പറയുന്നത്. സോ അതേപോലൊരു ഗെയിം ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം ടാക്സും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ കിട്ടും. സോ അതിൻ്റെ ലാഭം ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഗെയിം ബാൻ ചെയ്തുകൊണ്ട് നേട്ടം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഇവിടെ നമുക്ക് ബിസിനസ് തോട്ട്സ് വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഓൺലൈനിലൂടെ എങ്ങനെ സമ്പാദിക്കാം എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തോട്ട് ഗവൺമെൻറ്റിന് വന്നതിൽ സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്തത്? ചൈനീസ് കമ്പനിയായ ഭീമനായ ടെൻസെന്റ് എന്ന കമ്പനിയുടെ ഷെയറും ഡെവലപ്മെൻറ്റിനും, മൊബൈലിന് വേണ്ടി ടെൻസെന്റ് ആണ് പബ്ജി ഡെവലപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ടെൻസെന്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും പബ്ജിയിലുണ്ടായിരുന്നു എന്ന കാരണത്താലാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റ് കാണിച്ചു തരാം. ഈ ലിസ്റ്റിൽ എത്ര ആപ്ലിക്കേഷൻ ബാൻ ചെയ്തതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്? നിരീക്ഷണത്തിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എവിടെയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ആരും ഈ ആപ്ലിക്കേഷനുകൾ ടെൻസെന്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നോട്ടീസ് പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ എത്ര ആപ്ലിക്കേഷനുകൾ ടെൻസെന്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നോക്കുന്നതിന് പകരം എത്ര ആപ്ലിക്കേഷനുകളിൽ ടെൻസെന്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് നോക്കുന്നതായിരിക്കും എളുപ്പം. അത്രത്തോളം ആപ്ലിക്കേഷനുകളിൽ ടെൻസെന്റിൻ്റെ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പബ്ജി ബാൻ ചെയ്തതുപോലെ ഈ ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തില്ല? എന്നാൽ ഈ ആപ്ലിക്കേഷൻ ബാൻ ചെയ്യാത്തത് എന്തുകൊണ്ട് ക്ലാരിഫൈ ചെയ്തില്ല? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. ടെൻസെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ പബ്ജിയെ ബാൻ ചെയ്തത്. ടെൻസെന്റ് ചൈനീസ് കമ്പനി ആയതുകൊണ്ടാണല്ലോ പബ്ജിയെ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തത്. എന്തുകൊണ്ട് അതേ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത മറ്റ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കാതിരുന്നു, നിരീക്ഷണത്തിലിടാതിരുന്നു? ഇപ്പോൾ നിങ്ങൾ പറയും പബ്ജി എന്ന ഗെയിമിൽ ടെൻസെന്റിൻ്റെ ഷെയർ മാത്രമല്ല, അവർ ആ ഗെയിം ഡെവലപ്പ് കൂടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് മറ്റ് ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്ത്യൻ ആപ്ലിക്കേഷനുകളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. സോ അതിനുള്ള ആൻസർ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് നമ്മുടെ ഗൂഗിളിനോട് തന്നെ ചോദിച്ചു നോക്കാം, ഒരു ഇൻവെസ്റ്റർ എന്താണെന്ന്. An investor is a person that allow contains capital with the expectation of a future functional returns or to gain an advantage. ഈ ഒരു ഗെയിൻ ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന പോളിസി വെച്ചിട്ട് അവർക്ക് നമ്മുടെ ഡാറ്റകൾ തിരിച്ചു ചോദിച്ചുകൂടെ? അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകൾ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികളിൽ നിന്ന് ചോദിച്ചുകൂടെ? തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റും, അവർക്ക് കളക്ട് ചെയ്യാനും പറ്റും. അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് ഗൂഗിൾ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു ഇൻവെസ്റ്ററിന് ഒരു ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയോട് എന്തൊക്കെ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനികളൊക്കെ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്ലിക്കേഷന് പകരമായിട്ട് ആമസോൺ ഉണ്ട്, എല്ലാത്തിനും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വേറെയുണ്ട്, എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്തത്? ഈ ഒരു ആപ്ലിക്കേഷനുകൾ നിരീക്ഷണത്തിൽ വരാത്തത്? പബ്ജി ബാൻ ചെയ്തതുപോലെ ഈ ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്യാത്തത്? ബാൻ ചെയ്യാൻ പറ്റത്തില്ല. ബാൻ ചെയ്ത് കഴിഞ്ഞാൽ JDP -23 നിന്ന് -50 പോകും. ഇത് കൂടുതൽ ദുരിതത്തിലേക്ക് ഇന്ത്യയെ നയിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനുകളുടെ പേര് എവിടെയും വരാൻ പോകുന്നില്ല. ഇപ്പോഴും പബ്ജി അൺബാൻ ആവും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പബ്ജി അൺബാൻ ആയിട്ട് വരട്ടെ. ഇൻ കേസ് ഒരു പെർസെൻറ്റേജെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഹാൻഡ് ഈ ഒരു പബ്ജി ബാൻ ചെയ്യുന്നതിൽ ഉണ്ടെങ്കിൽ
അവർ ഒരിക്കലും തന്നെ പബ്ജിയെ അൺബാൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം പറഞ്ഞുതരാം. പബ്ജി ബാൻ ചെയ്ത സമയത്ത് പബ്ജി അനൗൺസ് ചെയ്തു ടെൻസെന്റിന്റെ എല്ലാ റിലേഷൻഷിപ്പും ഇന്ത്യയിൽ നിന്ന് അവർ എടുത്തു കളയും. എന്നിട്ട് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് എടുത്തതിന് ശേഷം ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരും എന്ന് അന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഓക്കെ 3 ആഴ്ച സമയം തരും, അതിനുള്ളിൽ 70 ക്വയറീസ് 70 കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾ ക്ലിയർ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടും ഇതുവരെ പബ്ജി ഇന്ത്യയിൽ അൺബാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ പബ്ജിക്ക് ഇതുവരെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് പബ്ജി ഇന്ത്യൻ കമ്പനിയായ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ലിങ്ക്ഡ് ആയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പബ്ജിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് റിലയൻസ് ജിയോ ആയിട്ട് പബ്ജി ലിങ്ക്ഡ് ആയിട്ടുണ്ട് എന്ന്. ഇൻ കേസ് പബ്ജി ലിങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പബ്ജിക്ക് ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ തിരിച്ചു വരാൻ. കാരണം അക്ഷയ് കുമാറും മോദിജിയേക്കാളും ഒരുപാട് ബന്ധമുണ്ട്. അംബാനിയും മോദിജിയും. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്സ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോക്ക്. പിന്നീട് സംശയങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള കാരണങ്ങളാണ് പബ്ജി ബാൻ ചെയ്തത് സെപ്റ്റംബർ 2-ാം തീയതി. അതിനുശേഷം 2 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും 4G എന്ന ഗെയിമിനെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ബാറ്റിൽ റോയൽ പോലുള്ളൊരു ഗെയിം, ഇത്രയും വലിയൊരു ഗെയിം നിർമ്മിക്കാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധ പൊട്ടന്മാരാണ്. പബ്ജി ബാൻ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. 4Gയുടെ പോസ്റ്റർ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം പുറത്തിറക്കുന്നു, ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഗെയിം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷയ് കുമാറിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അക്ഷയ് കുമാർ ഈ ഒരു കാര്യം ചെയ്തിരിക്കുക? 2 കാര്യങ്ങളാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റുക. ഒന്ന്, ബിസിനസ് തോട്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പബ്ജി പോലുള്ളൊരു ഗെയിമിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻകം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പബ്ജിക്ക് ഉണ്ടായ ഇൻകം സോഴ്സ്, അത് കണ്ട് ഒരു ബിസിനസ് തോട്ട് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്ലാൻ വന്നത്. അങ്ങനെ അക്ഷയ് കുമാർ ഉറപ്പില്ല, എൻ്റെ അനലൈസിങ് ആണ്, എൻ്റെ സംശയമാണ്, മോദിയുമായിട്ട് ഒരു പ്ലാനിലെത്തുകയും അതിനെ തുടർന്നാണ് പബ്ജി ബാൻ ചെയ്തതും എങ്കിൽ പബ്ജി ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ആയിട്ടൊരു ലിങ്ക്ഡ് ഉണ്ടെന്ന് ചെറിയൊരു സംശയമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പബ്ജി അൺബാൻ ആവുമെന്ന് പറഞ്ഞ് ഇതുവരെ അൺബാൻ ആയിട്ടില്ല. എന്നാൽ ജിയോ ആയിട്ട്, റിലയൻസ് ആയിട്ട്, അംബാനി ആയിട്ട് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പിൽ പബ്ജിക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ പബ്ജിക്ക് തിരിച്ചു വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ കുറച്ച് ചോദിക്കണമെന്ന് കരുതി നിങ്ങളോട് പറയണമെന്ന് എനിക്ക് കരുതി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.